الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ കിതാബ് തൗഹീദിൻ്റെ 8ാമത്തെ ബാബാണ് നമ്മൾ വായിച്ചത് അവസാനമായിട്ട്. ആ അധ്യായത്തിൽ റുഖിയ, തമീമ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് വിശദീകരിച്ചത്. എന്താണ് റുഖിയ, അതേപോലെ രോഗവും മറ്റുമൊക്കെ തടയാൻ വേണ്ടി, അപകടങ്ങൾ തടുക്കാൻ വേണ്ടി ധരിക്കുന്ന ഏലസുകളെക്കുറിച്ച്, തമീമത്തിനെ കുറിച്ച് വിശദീകരിച്ചു. അടുത്ത അധ്യായം ബാബുൻ മൻ തബറക ബിശജറത്തിൻ ഔ ഹജരിൻ വനഹ്വിഹിമ, തബറുക്കിനെ കുറിച്ചുള്ള അധ്യായമാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് തൗഹീദ് എന്താണ് എന്നത്. ഷിർക്കിന്റെ വ്യത്യസ്ത രൂപങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കിതാബിൽ വിശദീകരിക്കുന്നത്. കാരണം ഏതൊരു ആശയവും വ്യക്തമാക്കാനുള്ള ഒരു മാർഗമാണ് അതിന്റെ വിപരീതം എന്താണെന്ന് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഷിർക്കിന്റെ വിശദമായ രൂപങ്ങൾ, എന്തൊക്കെ ചെയ്താൽ അത് ഷിർക്കാകും എന്ന് മനസ്സിലാക്കിയാൽ അതൊന്നും ചെയ്യാതിരിക്കലാണ് തൗഹീദ്. അപ്പൊ ഷിർക്കിൽപ്പെട്ട ഒരു സംഗതിയാണ് തബറുക്ക് എന്ന് പറയുന്നത്. എന്താണ് തബറുക്ക് എന്ന് വിശദീകരിക്കാം. വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, അഫറഅയ്തും അല്ലാത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും നിങ്ങൾ കണ്ടുവോ? അഥവാ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ ആരാധിച്ചിരുന്ന രണ്ട് വിഗ്രഹങ്ങളാണ് ലാത്തയും ഉസ്സയും. ലാത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു. ജാഹിലിയത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവരുണ്ടാക്കിയൊരു വിഗ്രഹമാണ്. അതുപോലെ തന്നെ അവരുണ്ടാക്കിയിട്ടുള്ള മറ്റൊരു വിഗ്രഹമാണ് ഉസ്സ എന്ന പേരുള്ള വിഗ്രഹം. അപ്പൊ ഈ വിഗ്രഹങ്ങളൊക്കെ ബറക്കത്തുണ്ടാക്കുന്നതാണ്. ആ വിഗ്രഹങ്ങളെ പൂജിച്ചാൽ, അതിനെ തൊട്ടുമുത്തിയാലൊക്കെ ബർക്കത്ത് കിട്ടുമെന്നൊരു വിശ്വാസം മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. ഇതാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ആയത്ത്. ഇനി രണ്ട് ഹദീസുകൾ, ഒരു ഹദീസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അൻ അബി വാഖിദ് അൽ-ലൈഥി, അബൂ വാഖിദ് അൽ-ലൈഥി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം മക്ക ഫതഹിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരു സഹാബിയാണ്. അവസാന കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരു സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുനൈൻ വനഹ്നു ഹുദസാഉ അഹ്ദിൻ ബികുഫർ. ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ പുതുമുസ്ലിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ, പുതുവിശ്വാസികളായിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുനൈനിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു. വലിൽ മുശ്രിക്കീന സിദ്റത്തുൻ യഅകുഫൂന ഇൻദഹ, ജാഹിലിയ കാലത്ത് മുശ്രിക്കുകൾക്ക് ഒരു സിദ്റത്ത് എന്ന് പറഞ്ഞാൽ എലന്തമരം, ഈത്തപ്പനയോട് സാമ്യമുള്ള ഒരു മരം, അങ്ങനെയുള്ളൊരു മരം അവർക്കുണ്ടായിരുന്നു. യഅകുഫൂന ഇൻദഹ, ആ മരത്തിന്റെ അടുത്ത് അവര് ഇരിക്കും ഇബാദത്തിന് വേണ്ടി. അതിന്റെ ചുവട്ടിൽ ഇരിക്കുക എന്നുള്ളതൊരു പുണ്യമാണ്. വയനൂതൂന ബിഹ അസ്ലിഹതഹും, അവരുടെ ആയുധങ്ങൾ, വാളും കുന്തവും ഒക്കെ ആ മരത്തിൽ അവർ കൊളുത്തി വെക്കും, തൂക്കിയിടും. യുഖാലു ലഹ ദാത്തു അൻവാത്ത്, ആ മരത്തിന് ദാത്തു അൻവാത്ത് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ദാത്തു അൻവാത്ത് എന്ന് പറഞ്ഞാൽ, നൗത്ത് എന്ന് പറഞ്ഞാൽ കൊളുത്ത് എന്നാണ് അർത്ഥം. വാളൊക്കെ തൂക്കിയിടാൻ വേണ്ടി ആ മരത്തിൽ അവർ ചില കൊളുത്തുകൾ, പിടുത്തങ്ങൾ വെച്ചിരുന്നു. അതുകൊണ്ടാണ് ദാത്തു അൻവാത്ത് എന്ന ആ മരം അറിയപ്പെടുന്നത്. ഫമറർന ബിസിദ്റ, അപ്പൊ അതേ ഇനത്തിൽപ്പെട്ട ഒരു ചെടി, അതിന്റെ അടുത്തുകൂടി ഞങ്ങൾ കടന്നുപോയി യുദ്ധത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന വഴിക്ക്. ഫഖുൽന, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാത്ത് കമാ ലഹും ദാതു അൻവാത്ത്, അവര് ഇങ്ങനെ ഒരു മരം വെച്ച് അതിൽ നിന്ന് ബർക്കത്തെടുക്കുന്നത് പോലെ ഞങ്ങൾക്കും ഒരു മരം നിശ്ചയിച്ചു തരണം, ആയുധങ്ങളൊക്കെ അതിൽ തൂക്കിയിട്ട് ബർക്കത്തെടുക്കാൻ വേണ്ടി, ആയുധങ്ങളുടെ ശക്തി കൂടാൻ, ഞങ്ങളുടെ മനോവീര്യം വർദ്ധിക്കാൻ അതിനൊരു മരം ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ ഇന്നഹ സുനൻ, ഇതാണ് മുൻഗാമികളുടെ ചര്യ, പഴച്ചുപോയവരുടെ മാർഗം. ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് കമാ ഖാലത് ബനു ഇസ്രായീൽ ലി മൂസ, ബനു ഇസ്രായീലർ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ ഈ വാക്ക്. എന്താണ് അവർ പറഞ്ഞത്? നമുക്കറിയാം, അവർ മുശ്രിക്കുകളുടെ അടുത്തുകൂടി നടന്നു പോയപ്പോൾ, യാത്രക്കിടയിൽ മുശ്രിക്കുകൾ വിഗ്രഹാരാധന നടത്തുന്നത് കണ്ടപ്പോൾ അവർ അല്ലാഹുവിന്റെ റസൂലിനോട്, മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഇവർക്കൊക്കെ ധാരാളം ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും വേണം അല്ലാഹുവിന് പുറമെ മറ്റൊരു ഇലാഹ്. ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ,
മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങൾ വലിയ ജാഹിലീങ്ങളാകുന്നു എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതർകബുന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ കുഫാറുകളുടെ മാർഗം നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. അഥവാ മുസ്ലിം ഉമ്മത്തിൽ പിൻഗാമികളായി വരുന്ന തലമുറകൾ അവരെ പിന്തുടരുക തന്നെ ചെയ്യും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. ഇനി ഈ ആയത്തും ഹദീസും ഉൾക്കൊള്ളുന്ന ആശയം അഥവാ തബറുക്ക് എന്ന മസാല, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശറഅന്റെ നിയമങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കാം. ഒന്നാമത് ബർക്കത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ബറക എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് ബിർക്കത്തുൻ എന്നുള്ള വാക്കിൽ നിന്നാണ്. ബിർക്കത്ത് എന്ന് പറഞ്ഞാൽ കുളം. നമ്മൾ സാധാരണ കുളം എന്ന് പറയുന്ന വാക്കാണ് അറബിയിൽ ബിർക്കത്ത്. വെള്ളം കെട്ടി നിൽക്കുന്ന വലിയൊരു സ്ഥലം, അതിനാണ് ബിർക്കത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബറക്കത്ത് എന്നുള്ള വാക്ക് ഈ അസ്ലിൽ നിന്നുണ്ടായത്? കാരണം ബർക്കത്തിന്റെ ഉദ്ദേശം കസ്റത്തു ശൈഇ വസുബൂതുഹു, ഒരു വസ്തു ധാരാളം ഉണ്ടായിരിക്കുക, അത് നിലനിൽക്കുക. ഇതാണ് ബറക്കത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ബർക്കത്ത് എന്നല്ല, നമ്മൾ സാധാരണ മലയാളത്തിൽ അങ്ങനെയാണ് പറയാറുള്ളത്. ബർക്കത്ത് അറബിയിൽ ബറകത്തുൻ എന്നാണ്. റാക്ക് ഫത്ഹാണ്, സുക്കൂനല്ല. ഏതായിരുന്നാലും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റത്തു അശ്ശൈഇ വസുബൂതുഹു, എന്തെങ്കിലും ഒരു വസ്തു, ഒരു ഖൈർ, അത് ധാരാളം ഉണ്ടാവുക, ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുക. ഇതാണ് ബറകത്തുൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇനി ബറക്കത്ത് ഇസ്ലാമിൽ 3 തരത്തിലുണ്ട്. ബറക്കത്ത് എടുക്കുക എന്നുള്ളത് നമ്മുടെ അടുത്തുള്ള വസ്തുക്കൾ, അതിലേക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഖൈർ വരാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ ഖൈർ ഉണ്ടാകാൻ വേണ്ടി, അത് വർദ്ധിക്കാൻ വേണ്ടി, അതിന്റെ ഉപകാരം ദീർഘകാലം നിലനിൽക്കാൻ വേണ്ടി പൊതുവെ ആളുകൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ 3 വിധത്തിലുണ്ട്. ഒന്ന് തബറുക്കുൻ ശർഈ. തബറുക്ക് എന്ന് പറഞ്ഞാൽ ബറക്കത്ത് തേടുക എന്നാണ് അർത്ഥം. ബറക്കത്ത് നേടാൻ പരിശ്രമിക്കുക. അതിനുള്ള മാർഗങ്ങൾ പലതും ആളുകൾ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ ആളുകൾ ചെയ്യുന്ന തബറുക്കിന്റെ വ്യത്യസ്ത മാർഗങ്ങൾ, അതിനെ നമുക്ക് 3ആയി തിരിക്കാം. ഒന്നാമത്തേത് തബറുക്കുൻ ശർഈ. ശർഈ ആയിട്ടുള്ള ഇസ്ലാം അംഗീകരിക്കുന്ന തബറുക്കുണ്ട്. അഥവാ നമ്മുടെ സമ്പത്തിലും അതുപോലെ തന്നെ സന്താനങ്ങളിലും അതുപോലെ പിന്നെ ഇൽമിലും ഇങ്ങനെ എന്തൊക്കെ ഖൈർ നമുക്കുണ്ടോ അതിലൊക്കെ ഖൈർ വർദ്ധിക്കാനും അതിന്റെ ഉപകാരം നിലനിൽക്കാനും ശർഅ് അനുവദിച്ചിട്ടുള്ള മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ചില സ്ഥലങ്ങൾക്ക് ബർക്കത്തുണ്ട്. ആ സ്ഥലങ്ങളിൽ പോവുക, അവിടെ ഇബാദത്തുകൾ ചെയ്യുക, അത് ബർക്കത്തുണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിൽപ്പെട്ടതാണ് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സ. ഇത് ബറക്കത്തുള്ള നാടുകളാണ്. അവിടെ പോയി ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് ശർഅ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, മസ്ജിദുൽ ഹറാമിൽ ഒരു വഖ്ത് നമസ്കരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റക്അത്ത് നമസ്കരിക്കുന്നത് മറ്റ് പള്ളികളിൽ 1,00,000 റക്അത്ത് നമസ്കരിക്കുന്നതിന് തുല്യമാണ്. അത്രയും പ്രതിഫലമുണ്ട്. അതുപോലെ മസ്ജിദുൽ നബവിയിൽ നമസ്കരിക്കുന്നത് 1000 ഇരട്ടി, മസ്ജിദുൽ അഖ്സയിൽ ബൈത്തുൽ മഖ്ദസിൽ നമസ്കരിക്കുന്നതിന് 500 ഇരട്ടി, ഇങ്ങനെ പ്രതിഫലമുണ്ട്. അപ്പൊ അത് ഖൈറാണ്. അപ്പൊ അത് ബറക്കത്തുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ചില കാലങ്ങൾക്ക് ബറക്കത്തുണ്ട്. ആ കാലം ആയിക്കഴിഞ്ഞാൽ ആ സമയത്ത് അതാത് സമയങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നത് അതിന് അല്ലാഹു ധാരാളം പ്രതിഫലം നൽകും. അതുകൊണ്ട് നമുക്ക് ഖൈർ വർദ്ധിക്കും. അതിൽപ്പെട്ടതാണ് നമുക്കറിയാം റമദാൻ മാസം, അതുപോലെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുള്ള മറ്റ് സമയങ്ങൾ, ആഴ്ചയിൽ വെള്ളിയാഴ്ച, അതുപോലെ തന്നെ രാത്രിയുടെ അവസാനത്തെ 3-1, ഇങ്ങനെയുള്ള സമയങ്ങൾ. അതുപോലെ ഈ ചില വസ്തുക്കൾ, സ്ഥലം, സമയം, ഇനി ചില വസ്തുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ബർക്കത്തുള്ളതാണ്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വസ്തുക്കൾ, മുടി, വിയർപ്പ്, തുപ്പൽ, ഇതൊക്കെ എടുത്ത് ശരീരത്തിൽ പുരട്ടാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്താൽ സ്വഹാബത്ത് ആ വുളൂവിന്റെ ബാക്കി വെള്ളത്തിന് വേണ്ടി പരസ്പരം ഏറ്റുമുട്ടാറുണ്ടായിരുന്നു എന്ന്, തർക്കിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ചില സ്വഹാബി സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ മുടി അത് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതിൽ നിന്ന് ബർക്കത്തെടുക്കാൻ വേണ്ടി. അതിന് ബർക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർ ചെയ്യാറുണ്ടായിരുന്നത്? അത് വെള്ളത്തിൽ മുക്കി ആ വെള്ളം അവർ കുടിക്കാറുണ്ടായിരുന്നു രോഗമൊക്കെ വന്നാൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസ് ആയിട്ടുള്ളതാണ്.
ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള ബർക്കത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസാണ്. വേറെ ചില വസ്തുക്കളിൽ ബർക്കത്തുണ്ട്. ഒരു ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അൽ ഖൈലു മഅഖൂദുൻ ഫീഹൽ ബർക്കത്തു ഇല സാഅ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. കുതിരക്ക് ഖിയാമത്ത് നാൾ വരെ ബർക്കത്തുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എങ്ങനെ ചില വസ്തുക്കൾക്ക് ബർക്കത്തുള്ളതായി ഹദീസുകൾ കാണാം. അതുകൊണ്ട് ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ അതാത് മേഖലയിൽ കുതിര എന്ന് പറയുന്ന വസ്തു അത് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാറുള്ളതാണ്. കുതിര സവാരി അത് പഠിക്കുന്നത് പഴയ കാലത്ത് യുദ്ധത്തിന് സഹായമാകുമായിരുന്നു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലത്ത് വീണ്ടും ആധുനികമായ ആയുധങ്ങളൊക്കെ നശിച്ചുപോയി, പഴയ രൂപത്തിലുള്ള ആയുധങ്ങളും വസ്തുക്കളൊക്കെ മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങും എന്ന് ചില ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ചില വസ്തുക്കൾ ബർക്കത്തുണ്ട്. അതുപോലെ തന്നെ ചില വാക്കുകൾ ബർക്കത്തുള്ള വാക്കുകളുണ്ട്. ഖുർആൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഖുർആൻ എന്ന് പറയുന്നത് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ, നിനക്ക് മുബാറക്കായിക്കൊണ്ട് ബർക്കത്ത് നിറഞ്ഞതായിക്കൊണ്ട് അവതരിപ്പിച്ച കിതാബാകുന്ന വിശുദ്ധ ഖുർആൻ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഖുർആന്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനുമായി ഒരാൾക്ക് എത്ര ബന്ധമുണ്ടോ അതനുസരിച്ച് അയാളുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. അയാളുടെ സമയം ഖുർആനുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ബാക്കി സമയത്ത് അദ്ദേഹത്തിന് ഈ വ്യക്തിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകും. അതുപോലെ തന്നെ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരാൾ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ബുദ്ധി അതിൽ ബർക്കത്തുണ്ടാകും. അവന് മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിക്കും. ഇത് സാധാരണ കാണാറുള്ളതാണ്. ഖുർആൻ ഹിഫ്ളാക്കുന്ന, അതുപോലെ തന്നെ ഖുർആന്റെ അർത്ഥം പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവർക്ക് ബുദ്ധിശക്തി വർദ്ധിക്കുന്നതായി അനുഭവമുണ്ട്. അതുപോലെ തന്നെ ഏത് കാര്യത്തിലും ഒരാൾ ഇൽമ പഠിക്കുന്നുണ്ടെങ്കിൽ അവൻ ഖുർആനോട് കൂടുതൽ ബന്ധമുണ്ടെങ്കിൽ അവന് പഠിക്കാനുള്ള തൗഫീഖ് വർദ്ധിക്കും. ചില മുഹദ്ദിസീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ ദിവസവും ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ആ ദിവസം കൂടുതൽ ഹദീസ് പഠിക്കാൻ എനിക്ക് സാധിക്കും. ഇങ്ങനെയൊക്കെ സലഫുകൾ പറഞ്ഞതായി കാണാം. അതുപോലെയാണ് ബാക്കിയുള്ള ദുആകളും ദിക്റുകളും ഒക്കെ, അതൊക്കെ ബറക്കത്തുള്ള വാക്കുകളാണ്. ചില പ്രവൃത്തികൾക്ക് ബറക്കത്തുണ്ട്. ഉദാഹരണത്തിന് സ്വതക്കയെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓരോ ദിവസവും 2 മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അവർ പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ വഅഅതി മുംസികൻ തലഫ. അല്ലാഹുവേ, ആരാണോ സമ്പത്ത് ചെലവഴിക്കുന്നത്, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത്, ആവശ്യക്കാർക്ക് കൊടുക്കുന്നത്, അവന് അതിന് പകരം കൊടുക്കണം. അതുപോലെ ആരാണോ പിടിച്ചു വെക്കുന്നത്, ആവശ്യക്കാർക്ക് കൊടുക്കാതെ സകാത്തും സദക്കയും ഒന്നും ചെയ്യാതെ പിടിച്ചു വെക്കുന്നത്, അവന് തലഫ് എന്ന് പറഞ്ഞ നാശം, അവന്റെ സമ്പത്ത് നശിപ്പിക്കണം എന്ന് മലക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ ഹദീസിൽ നിന്ന് ചില മുൻഗാമികൾ സലഫുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അവർ സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രവൃത്തി, പലരും മുൻഗാമികളായ പലരും ഓരോ ദിവസവും എന്തെങ്കിലും സദക്ക ചെയ്യും. അങ്ങനെ ശീലിച്ചിട്ടുള്ള മുൻഗാമികളുണ്ട്. എല്ലാ ദിവസവും എന്തെങ്കിലും സദക്ക, വളരെ ചെറിയ സംഖ്യയാണെങ്കിലും ചെറിയൊരു വസ്തുവാണെങ്കിലും എന്തെങ്കിലും ഒരു സാധനം എല്ലാ ദിവസവും ഞാൻ സദക്ക ചെയ്യുമെന്ന് തീരുമാനിച്ച ചില സലഫുകളുണ്ട്. കാരണം ഓരോ ദിവസവും ഈ മലക്കിറങ്ങി വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും അവരുടെ ദുആ കിട്ടാൻ വേണ്ടി. അപ്പൊ സദക്ക എന്നുള്ളത് ബറക്കത്തുണ്ടാകാനുള്ള ഒരു കാരണമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ നഖസ മാലുൻ മിൻ സദഖ. സദക്ക കൊണ്ട് ഒരാളുടെയും സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്, മൻ ദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ. ആരാണോ അല്ലാഹുവിന് കടം കൊടുക്കുന്നത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യക്കാരനായിട്ടല്ല, സദക്കയുടെ ദറജ കൂട്ടാൻ വേണ്ടി അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. അല്ലാഹുവിന് കടം കൊടുക്കുക. ആരാണോ അല്ലാഹുവിന് കടം കൊടുക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതവന് ഇരട്ടിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ബറക്കത്തുള്ള ഒരു പ്രവൃത്തിയാണ് സദക്ക എന്ന് പറയുന്നത്. ഇതുപോലെ ഏത് ഇബാദത്തായാലും അതൊക്കെ ബറക്കത്തുണ്ടാക്കുന്ന കാര്യമാണ്. ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക. നീ അല്ലാഹുവിനെ സംരക്ഷിക്കുക, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ആരാണോ ഖുർആൻ പാരായണം ചെയ്യുന്നത് അവന് നമ്മൾ സാധാരണ ചന്നി എന്ന് പറയുന്ന അവസ്ഥ, വയസ്സായിട്ട് ബുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥ, അതുണ്ടാവില്ല. അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചിട്ടുള്ള പലർക്കും അനുഭവപ്പെട്ടുള്ള സംഗതിയാണ്. ചെറുപ്പത്തിൽ ആരോഗ്യമുള്ള പ്രായത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, കൂടുതലായി ഖുർആൻ ഓതുന്ന ആളുകൾ, അവർ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഓർമ്മ ആവശ്യമാണ് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഇവരുടെ ഈ ബുദ്ധിശക്തി, ഓർമ്മശക്തി ഖുർആന് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ട് ഖുർആൻ പാരായണത്തിന്റെ ആളുകൾ, ഹാഫിളീങ്ങൾ, ഈ വർഗത്തിൽ ഇങ്ങനെ വയസ്സായി ബുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥ കുറവായിരിക്കും. അത് പലരും പറഞ്ഞിട്ടുള്ള സംഗതിയാണ്, ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ബർക്കത്തുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചില ഭക്ഷണ വസ്തുക്കൾക്ക് ബർക്കത്തുണ്ട് എന്ന് ഹദീസിൽ കാണാം. അതിൽപ്പെട്ടതാണ് സംസമിനെ കുറിച്ച്, സംസം വെള്ളത്തെ കുറിച്ച് നബി പറഞ്ഞ എന്താണ്, മാ ഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം എന്തിനു വേണ്ടിയാണ് കുടിക്കുന്നത് അത് കിട്ടും.
ആ ഗുണം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് കേട്ടപ്പോൾ അദ്ദേഹം ഹജ്ജിന്റെ സമയത്ത് സംസം കുടിച്ചു, എന്നിട്ട് പ്രാർത്ഥിച്ചു, മുൻഗാമിയായ ഒരു മുഹദ്ദിസിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ പോലെ ഇൽമുൽ ഹദീസിൽ എനിക്ക് അറിവുണ്ടാകണം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം സംസം വെള്ളത്തിന്റെ ഫളലിനെ കുറിച്ച് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് പിന്നീട്. അപ്പൊ ആ കിതാബിൽ അദ്ദേഹം പറയാണ്, ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ആ ദർജയിൽ എത്തിയിട്ടുണ്ട്, മുൻഗാമിയായ അദ്ദേഹം പേര് പറഞ്ഞ ആ മുഹദ്ദിസിന്റെ സ്ഥാനത്ത് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സംസം വെള്ളം കുടിച്ച് ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയ നിരവധി സംഭവങ്ങൾ ഇതുപോലെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ സംസം ബറക്കത്തുള്ളതാണ്. അതുപോലെ പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ദിവസങ്ങളോളം സംസം വെള്ളം മാത്രം കുടിച്ച് ജീവിച്ച ആളുകളുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ച സംസം വെള്ളം മാത്രം കുടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബറക്കത്തുള്ളതാണ് സംസം വെള്ളം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് തന്നെ മതി നമുക്ക് തെളിവായി. മാ സംസം ലിമാ ശുരിബ ലഹു, എന്ത് നിയ്യത്തിലാണോ സംസം വെള്ളം കുടിക്കുന്നത് അത് ആ ആഗ്രഹം സാധിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തേൻ ബറക്കത്തുള്ളതാണ്, ഷിഫ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ടുള്ളതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്, അതിന് ബറക്കത്തുണ്ട്. അപ്പൊ ഇതൊക്കെ ശർഈയായ തബറുക്കാണ്. ഈ വസ്തുക്കളൊക്കെ നമുക്ക് ബറക്കത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതാത് മേഖലയിൽ തേനിന്റെ ബർക്കത്ത് എന്ന് പറയുന്നത് ആരോഗ്യത്തിലാണ് അതിന്റെ ബർക്കത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ സംസം വെള്ളം അത് എന്താവശ്യം ഉദ്ദേശിച്ചും കുടിക്കാം. ഇതൊക്കെ ശർഅ അംഗീകരിച്ചിട്ടുള്ള തബറുക്കാണ്. ഇനി രണ്ടാമത്തെ ഇനം തബറുക്ക് എന്ന് പറയുന്നത് തബറുക്കുൻ ഷിർക്കി, ഷിർക്ക് പരമായ തബറുക്ക്. അതെന്താണ്? ഖബറിന്റെ അടുത്ത് പോയി കെട്ടിപ്പൊക്കിയ ഖബർ അത് പതുപ്പിട്ട് മൂടിയാൽ, അല്ലെങ്കിൽ അതിൽ തൊട്ട് മുത്തിയാൽ, അല്ലെങ്കിൽ ആ ഖബറിന്റെ അടുത്ത് കത്തിച്ചു വെച്ചിട്ടുള്ള വിളക്ക്, ആ വിളക്കിലുള്ള എണ്ണ എടുത്ത് കുടിച്ചാൽ അസുഖം മാറും, അതുകൊണ്ട് ബർക്കത്തുണ്ടാകും, സമ്പത്ത് വർദ്ധിക്കും. ഇതാണ് തബറുക്കുൻ ഷിർക്കി, ഷിർക്ക് പരമായ തബറുക്കാണ്. കാരണം ആ ഖബറിൽ കിടക്കുന്ന ആളുടെ ശക്തി കൊണ്ടാണ്, അയാളുടെ കഴിവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അത് ഷിർക്കാണ്. ഇനി ബിദ്അയ്യായ തബറുക്കുണ്ട്, ഷിർക്കല്ല പക്ഷെ ബിദ്അത്താണ്. അതെന്താണ്? ഒരാള് ഇതേ പ്രവൃത്തി ചെയ്യുന്നു, ഖബർ തൊട്ട് മുത്തുന്നു, പക്ഷെ അവന്റെ വിശ്വാസം ഈ ഖബർ ഒരു വലിയന്റെ ഖബറാണ്, സാലിഹായ മനുഷ്യന്റെ ഖബറാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ സമ്പത്തിൽ വർധന ഉണ്ടാക്കും. ഈ വലിയന് കഴിവൊന്നുമില്ല, അദ്ദേഹം മരിച്ചുപോയി, പക്ഷെ അദ്ദേഹം ഒരു സാലിഹായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യും. സംസം വെള്ളമൊക്കെ ആൾക്കാർ കുടിക്കുന്നത് പോലെ ഞാൻ ഈ വിളക്കില് വെളിച്ചെണ്ണ കുടിക്കുന്നു, ഈ ഖബറിന്റെ അടുത്ത് കത്തിച്ചു വെച്ച ആ നിലവിളക്കിലുള്ള വെളിച്ചെണ്ണ ഞാൻ കുടിക്കുന്നത് സംസം വെള്ളം കുടിക്കുന്നത് പോലെയാണ്. ഇതുപോലെ ഇതിന്റെ പുണ്യത്തിനെ കുറിച്ച് എന്തോ തെളിവുണ്ട്, ഹദീസോ ആയത്തോ എന്തോ ഉണ്ട്, എനിക്കറിയില്ല. പണ്ഡിതന്മാരെന്ന് പറയുന്ന ഈ ആളുകൾ അവർ പറഞ്ഞു തരുന്നതാണ് എന്ന് വിശ്വസിച്ച്, ഈ വലിയന് പ്രത്യേകിച്ച് കഴിവൊന്നും ഉണ്ട് എന്ന് വിശ്വസിക്കാതെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷിർക്കുൻ അക്ബർ ആവുകയില്ല, ബിദ്അത്താണ്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള തബറുക്കുണ്ട്. ഇതാണ് തബറുക്കിനെ കുറിച്ചുള്ള ശർഈയായ ഹുക്മ്. അതിൽ ജായിസ് ഉണ്ട്, അതുപോലെ തന്നെ ഹറാമുണ്ട്. ആ ഹറാമ് തന്നെ ബിദ്അത്തായതും ഷിർക്കാകുന്നതും ഉണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ഏലസിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഏലസിൽ ഷിർക്കുൻ അക്ബർ ആകുന്നതുണ്ട്. അതേതാണ്? ആ ഏലസ് കൊണ്ടാണ് രോഗം മാറുന്നത് എന്ന് വിശ്വസിച്ചാൽ. നേരെ അള്ളാഹ് രോഗം മാറ്റുന്നത്, ഈ തകിട് കെട്ടുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് അള്ളാഹ് രോഗം മാറ്റും എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കുൻ അസ്ഗർ ആകും. അതുപോലെ ഖുർആനിലെ ആയത്താണ് കിട്ടുന്നതെങ്കിൽ അത് ഹറാമാണോ അല്ലയോ എന്ന് മുൻഗാമികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ കൂടുതൽ പ്രബലമായ അഭിപ്രായം അത് ഹറാമാണ് എന്നതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഇവിടെ തബറുക്കിന്റെ കാര്യത്തിലും വ്യത്യസ്ത രൂപമുണ്ട്, വ്യത്യസ്ത രൂപത്തിലുള്ള തബറുക്കുണ്ട്. ഇനി ഈ ഹദീസ് നമ്മൾ കണ്ടു, സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്താണ്? ഒരു മരത്തില് വാള് തൂക്കിയിടുക, അതാണ് അവർ ചോദിച്ചത്. അത് ചോദിച്ചിട്ടേ ഉള്ളൂ, അവർ ആ പ്രവൃത്തി ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മരത്തിൽ അവർ വാള് തൂക്കിയിട്ടൊന്നുമില്ല. അപ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദേഷ്യത്തോടെയാണ് പ്രതികരിച്ചത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നുള്ളത് ദേഷ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി, അത്ഭുതം പ്രകടിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇങ്ങനെ ഒരു മരം ചോദിക്കുക എന്നുള്ളത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമ് ഒരു ബിംബം വേണം, അതിനെ ആരാധിക്കണം എന്ന് പറഞ്ഞത് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഗൗരവം, ഹറാമായ തബറുക്ക്, ഷിർക്കിയായ തബറുക്ക്, അത് എത്ര ഗൗരവമുള്ളതാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ഇസ്ലാമിന്റെ പരിഗണന ഓരോ വസ്തുവിന്റെയും ഹഖീഖത്തിനാണ്, അതിന്റെ പേരിനല്ല. ഉലമാക്കൾ പറയും അൽ ഇബ്റത്തു ബിൽ ഹഖായിഖ് ലാ ബിൽ അസ്മാ. ഹഖീഖത്തിനാണ് സ്ഥാനം, ഓരോ വസ്തുവും എന്താണ് എന്നുള്ളതാണ്, അതല്ലാതെ അതിന് എന്ത് പേരാണ് ഇടുന്നത് എന്നുള്ളതല്ല. ചിലപ്പോൾ ചില ഹറാമുകൾക്ക്
ചില മോശമായ പ്രവൃത്തികൾക്ക് നല്ല പേരിടും. നല്ല പേരിട്ടായിരിക്കും ആളുകൾ ചെയ്യുന്നത്. ഇപ്പോ വ്യഭിചാരത്തിന്, അന്യരായ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തോന്നിയതുപോലെ പെരുമാറുന്നതിന് അതിന് നല്ല നല്ല പേരുകൾ ഇട്ടിട്ടാണ്. എന്താണ് പറയുന്നത്? സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്, ബോയ് ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത്. അതിനൊക്കെ ശരിക്ക് ശറഅ് വിളിക്കുന്ന പേരുകൾ, വളരെ നിന്ദ്യത കൊടുക്കുന്ന പേരുകൾ, വേശ്യകൾ, വ്യഭിചാരികൾ, ഇങ്ങനെയുള്ള വൃത്തികെട്ട പേരുകളാണ് അതിന് ഉപയോഗിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാളും ചെറിയ പ്രവൃത്തി, ഒരു അത്തർ പൂശിയിട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന പെണ്ണുങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത്? അയ്യമംറഅത്തിൻ തതയ്യബത് ഫഖറജത് അലാ ഖൗമിൻ ലിയജിദു റീഹഹാ. സുഗന്ധം പൂശിയിട്ട് ആണുങ്ങളിത്, അന്യരായ പുരുഷന്മാര് അവരുടെ ശ്രദ്ധ ആകർഷിക്കണം എന്നുള്ള നിയ്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയാൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഫഹിയ സാനിയ, അവളൊരു വ്യഭിചാരിണിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ ഹഖീഖത്തിൽ വ്യഭിചരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്. ഹഖീഖത്തിലുള്ള വ്യഭിചാരം ചെയ്യുന്നവന് നല്ല പേരാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെ, പത്രത്തിൽ വാർത്ത വരുന്നത് സുഹൃത്തിന്റെ കൂടെ കണ്ടതിന് പിന്നെ മാതാപിതാക്കൾ ചോദ്യം ചെയ്തപ്പോ ആത്മഹത്യ ചെയ്തു. ഈ ഹറാമ് ചെയ്തിട്ട് ചത്തുപോയ ഒരു തെമ്മാടി പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. അവളുടെ സൗഹൃദം ചോദ്യം ചെയ്ത ആളുകളുമായിട്ട് പ്രശ്നം, അല്ലെങ്കിൽ സൗഹൃദം ചോദ്യം ചെയ്തതിന് അതിലുള്ള വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്തു. നഊദുബില്ലാ. സൗഹൃദം എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ യോജിച്ച സന്ദർഭമല്ല ഇത്. ഏതായിരുന്നാലും ശറഅ് പരിഗണന എന്താണ്? ഹഖീഖത്തിനാണ്. അതിനിട്ട് കൊടുക്കുന്ന പേരുകളല്ല. പിശാചിന്റെ ഒരു മാർഗമാണ് എന്ത്? പേരുകൾ ഇങ്ങനെ മാറ്റി കൊടുക്കുക എന്നുള്ളത്. ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് ആളുകൾ എളുപ്പം അതിൽ വീണുപോകാൻ പിശാച് സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ആളുകളെ പേപ്പിക്കാൻ. നല്ല പേര് ഹറാമുകൾക്ക്, ശിർക്കിന്, കുഫറിനൊക്കെ അവർ ഇട്ടുകൊടുക്കും. ആദം നബി അലൈഹി ഇസ്ലാമിനെ പേപ്പിച്ചത് പിശാച് അങ്ങനെയാണ്. ഹൽ അദുല്ലുക അലാ ഷജറത്തുൽ ഖുൽദ് വമുൽകിൻ ലാ യബ്ല. ഞാൻ നിനക്കൊരു മരത്തിനെ കുറിച്ച് പറഞ്ഞുതരാം. ആ മരത്തിന്റെ പ്രത്യേകത എന്താണ്? ഷജറത്തുൽ ഖുൽദ് എന്ന് പറയുന്ന മരം, അഥവാ നിത്യവാസത്തിന്റെ, ഖുലൂദിന്റെ, മരണമില്ലാതെ ഒരിക്കലും നശിച്ചു പോകാതെ സ്വർഗത്തിൽ എന്നെന്നും ജീവിക്കാൻ അവസരം തരുന്ന, അതിന് സാധിക്കുന്ന ഒരു മരം. ആ മരത്തിലെ പഴം കഴിച്ചാൽ പിന്നെ സ്വർഗത്തിൽ ശാശ്വതനായിരിക്കും. ഷജറത്തുൽ ഖുൽദ് എന്നാണ് ആദം നബി അലൈഹി സ്വലാം പിശാച് ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത്. അപ്പൊ ആ മരത്തിന്റെ പേര് മാറ്റി. യഥാർത്ഥത്തിൽ അത് ഷജറത്തുൽ ഖുൽദ് അല്ല, ഷജറത്തുൽ ഫിത്നയായിരുന്നു. പരീക്ഷണത്തിന്റെ മരമായിരുന്നു അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ പരീക്ഷിക്കാൻ വെച്ച മരമാണ്. പക്ഷെ പിശാചിന്റെ അതിന്റെ പേര് മാറ്റി. എങ്ങനെയാണ് പിശാച് ഇപ്പോഴും ഓരോ സംഗതികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പെട്ടതാണ് ഇത്. ഇവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഒരു മരം, ദാത്തു അൻവാത്ത്, ഒരു മരം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ മരമല്ല, അത് ബിംബമാണ്. ആ മരത്തിന് ആ വാള് തൂക്കിയിട്ട് അതിൽ നിന്ന് ബർക്കത്തെടുത്താൽ പിന്നെ അത് ബിംബമായി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഇലാഹിനെ ചോദിച്ച മൂസാ നബി ഇവർ ഇലാഹ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അതിലേക്കാണ് പോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതവിടെ തടഞ്ഞു. അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യം, തബറുക്ക് അനുവദിച്ച ചില പണ്ഡിതന്മാരുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ 3 തരം തബറുക്ക്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ശറഈയായി ജായിസായിട്ടുള്ളത്, അതുപോലെ ശിർക്ക്പരമായിട്ടുള്ളത്, ബിദ്അത്തായിട്ടുള്ള തബറുക്ക്. ബിദ്അത്തായിട്ടുള്ള തബറുക്ക് എന്താണ്? ബിദ്അത്തായിട്ടുള്ള തബറുക്ക് ജായിസ് അല്ലാത്ത തബറുക്കും. ജായിസായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, മരം, പിന്നെ ചില വ്യക്തികൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ ചില സമയങ്ങൾ, ചില പ്രദേശങ്ങൾ, പള്ളികൾ, അതുപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഈ 3 പള്ളികൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതല്ലാത്ത എന്തെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് ഒരു ബർക്കത്ത് ഒരാൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അഥവാ അള്ളാഹുവാണ് ബർക്കത്ത് നൽകുന്നത് എന്ന് വിശ്വസിച്ചിട്ടാണെങ്കിൽ അത് ബിദ്അത്താണ്, അല്ലെങ്കിൽ ശിർക്കായി. അപ്പൊ വേറെ എന്തെങ്കിലും ഒരു വസ്തുവിന് ഇസ്ലാം അംഗീകരിക്കാത്ത 2 മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട്, ഇസ്ലാം ബർക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത, ഖുർആനിലും സുന്നത്തിലും ഈ വസ്തുവിന് ബർക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു സാധനത്തിൽ, ഒരു വ്യക്തിയിൽ, അല്ലെങ്കിൽ ഒരു വസ്തുവിൽ, ഒരു സമയത്തിൽ ബർക്കത്തുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ബിദ്അത്തായി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തബറുക്ക് അത് അനുവദിച്ച ചില പണ്ഡിതന്മാരുണ്ട്, മുൻഗാമികളായ ചില പണ്ഡിതന്മാർ. അവരെന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് ബർക്കത്തുള്ളതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടുമുത്തുന്നത് പോലെ സ്വാലിഹീങ്ങളായ ആളുകളെ, ഔലിയാക്കളായിട്ടുള്ള ആളുകളെ, ഉബ്ബാദായിട്ടുള്ള അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ, അങ്ങനെ നമുക്ക് തോന്നുന്ന ആളുകളിൽ നിന്ന് ബർക്കത്തെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് നവവി റഹിമഹുല്ലാഹ്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ അഹ്ലുസ് സുന്നത്തിന്റെ ഉലമാക്കൾ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ശരിയല്ല ആ പറഞ്ഞത്. അപ്പൊ ഇത്രയും വലിയ ഉലമാക്കൾ ഇങ്ങനെ പറയോ? നമുക്കറിയാം ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറഞ്ഞ വാക്ക്, മാ മിന്നാ അഹദുൻ ഇല്ലാ വയുഖദു മിൻ ഖൗലിഹി വയുറദ്ദു അലൈഹി. നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല അവന്റെ വാക്ക് നമ്മൾ എടുക്കുകയും തള്ളുകയും ചെയ്യും എന്ന അവസ്ഥയിലല്ലാതെ. ആരുടെ വാക്കും ഇസ്ലാമിൽ അപ്രമാദിത്വമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെ ഇജ്മാവും അല്ലാതെ ഒരാളുടെ വാക്കിനും ഇസ്ലാമിൽ പ്രാമാണികതയില്ല. ഇപ്പൊ നബവി റഹിമഹുല്ലാഹ് അദ്ദേഹം തെറ്റുപറ്റി.
ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിന് തെറ്റ് പറ്റിയത്? തെറ്റ് പറ്റാനുള്ള കാരണം ഇതാണ്, അവർ ഖിയാസാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബർക്കത്തുണ്ടെങ്കിൽ റസൂലിന്റെ സുന്നത്തൊക്കെ എടുത്ത് ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളായ ആളുകൾക്കും അതുണ്ടാകും എന്ന് ഖിയാസാക്കി. പക്ഷേ ഈ ഖിയാസുൻ ഫാസിദ്, അത് ഒരു അബദ്ധമായ ഖിയാസാണ്. ഉലമാക്കൾ പറയും ഖിയാസുൻ മഅൽ ഫാരിഖ്, പരസ്പരം വിരുദ്ധമായ കാര്യങ്ങൾ, പരസ്പരം സാമ്യതയില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ ഖിയാസാക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ഖിയാസായിപ്പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മനുഷ്യന്മാരെ പോലെയല്ല, വഹി ഇറങ്ങുന്ന ആളാണ്. അതുപോലെ തന്നെ മഅസൂമാണ്, ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാഹ്, അവിടുത്തെ നന്മ യഖീനാണ്. വേറൊരു മനുഷ്യന്റെയും നന്മ, നബിയെയും സഹാബത്തും കഴിഞ്ഞാൽ വഹി കഴിഞ്ഞതിന് ശേഷം ഒരാളുടെയും നന്മ യഖീനല്ല. ഇവൻ രഹസ്യമായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കറിയാം? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യനെ ഖിയാസാക്കുക എന്ന് പറയുന്നത് അബദ്ധമാണ്. അത് ആ വലിയൊരു തെറ്റ് ഈ വലിയ ഇമാമിന് സംഭവിച്ചു പോയി. റഹിമഹുല്ലാഹു വഗഫറ ലഹു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. പക്ഷെ നമുക്ക് അത് ഇത്തിബാ ചെയ്യാൻ നിർവാഹമില്ല. അതിന്റെ പേരിൽ ഉലമാക്കൾ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ മാതൃക നമുക്ക് മുമ്പിലുണ്ട്. ഒരു സ്വഹാബിയും വേറെ സ്വഹാബിയെ തൊട്ടുമുത്തിയിട്ടില്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഖിയാസ് ശരിയായിരുന്നെങ്കിൽ ഏറ്റവും ശരിയാകുക ആരുടെ വിഷയത്തിലാണ്? സ്വർഗമുണ്ട് എന്ന് ഉറപ്പുള്ള 4 ഖലീഫമാരും അതുപോലെ തന്നെ അശറത്തുൽ മുബശ്ശറൂൻ ആയിട്ടുള്ള 10 സ്വഹാബത്തും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും, അവരൊക്കെയായിരുന്നു ബർക്കത്തുള്ളവർ. പക്ഷെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയൊക്കെ എടുത്തു വെക്കാന്നല്ലാതെ അവരുടെ സ്വന്തം തലയിൽ മുടിയില്ലേ? അതുപോലെ ബാക്കി സ്വഹാബത്തിന്റെ തലയിൽ മുടിയില്ലേ? അതൊന്നും അവരെടുത്ത് ബർക്കത്തെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായം തെറ്റാണ്. അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. അപ്പൊ ഇതാണ് തബറുക്കിന്റെ അധ്യായം. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് നമുക്ക് ബാങ്ക് കഴിഞ്ഞിട്ട് വായിക്കാം. ബാബുൻ മജാ ഫി ദബ്ഹി ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നതുമായി ബന്ധപ്പെട്ട അധ്യായം. ദബ്ഹ്, അറവ്. ദീനില് അറവ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദബ്ഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇസ്ഹാഖു റൂഹി മാ യുഅക്കലു ലഹ്മുഹു ബിത്തദ്കിയത്തി ശർഇയ്യ, മാംസം നമുക്ക് ഹലാലായിട്ടുള്ള ഒരു ജീവിയെ ശർഇയ്യായ രൂപത്തിൽ കൊല്ലുന്നതിനാണ് അറവ് എന്ന് പറയാം. അതിന്റെ കഴുത്ത് മുറിച്ച് അറക്കുക. അത് ശർഇയ്യായി ഇറച്ചി ഹലാലായിട്ടുള്ള മൃഗമാകണം. അപ്പൊ ഒരു നായനെ കൊല്ലുന്നതിന് ദബ്ഹ് എന്ന് പറയില്ല. നായൻ എങ്ങനെ വന്നാലും അതിന് ദബ്ഹ് എന്ന് പറയില്ല. അപ്പൊ ഈ ദബ്ഹ് 2 വിധത്തിലുണ്ട്. ദബ്ഹു ആദ വ ദബ്ഹു ഇബാദ. ആദത്തായിട്ടുള്ള ദബ്ഹ്, സാധാരണ ഇറച്ചി തിന്നാൻ വേണ്ടി നമ്മൾ അറക്കുന്നത്, അതാണ് ഒരു തരം. രണ്ടാമത്തെ ഇനം ദബ്ഹു ഇബാദ, ഒരാളോടുള്ള ബഹുമാനത്തിന്റെയും ആദരവിന്റെയും പേരിൽ അറക്കുന്നത്. അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. വഖൗലുല്ലാഹി തആല, ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് 2 ആയത്തുകളും 2 ഹദീസുകളുമാണ്. ഒന്നാമത്തെ ആയത്ത് ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, പറയുക എന്റെ നമസ്കാരവും ബലികർമ്മവും ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിനുള്ളതാകുന്നു. അപ്പൊ ഇവിടെ നമസ്കാരത്തിന്റെ കൂടെ നുസുക്ക്, ബലികർമ്മം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. വഖൗലുഹു, അതുപോലെ അല്ലാഹു തആല പറഞ്ഞു ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, ബലികർമ്മം നിർവഹിക്കുക, ബലിയർക്കുകയും ചെയ്യുക. അപ്പൊ ഈ 2 ആയത്തിലും നമസ്കാരത്തിന്റെ കൂടെയാണ് ബലികർമ്മത്തെക്കുറിച്ച്, ദബ്ഹിനെ കുറിച്ച് പറഞ്ഞത്. ഉലമാക്കൾ പറയുന്നത് എന്തുകൊണ്ടാണ് നമസ്കാരത്തിന്റെ കൂടെ പറഞ്ഞത്? കാരണം ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ, ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലാണ് നമസ്കാരം. സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലാണ് ബലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ, ബഹുഭൂരിപക്ഷം ഉലമാക്കളും പറഞ്ഞത് ഉളുഹിയ്യത്ത് അറുക്കുന്നതാണ് അത്രയും സംഖ്യ സ്വതക്ക ചെയ്യുന്നതിനേക്കാളും അഫ്ളൽ. ഒരു മൃഗത്തെ വാങ്ങാനുള്ള പണം, അത്രയും തുക സ്വതക്ക ചെയ്യുന്നതിനേക്കാളും അഫ്ളൽ ഒരു മൃഗം വാങ്ങി ഉളുഹിയ്യത്ത് അറുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമസ്കാരത്തിന്റെ കൂടെ ബലികർമ്മത്തെ കുറിച്ച് പറഞ്ഞത്. ഇനി ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദ്ദസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅർബഇ കലിമാത്ത്, 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തേത് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവന് വേണ്ടി ബലിയറുത്തവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, ആരാണോ സ്വന്തം മാതാപിതാക്കളെ ശപിച്ചത് അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസൻ, ആരാണോ ഒരു മുഹ്ദിസിന്, മുഹ്ദിസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാസിഖ് അല്ലെങ്കിൽ മുബ്തദി, അങ്ങനെയുള്ള ഒരാൾക്ക് അഭയം കൊടുത്തത് അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർള്, ഭൂമിയിലെ അടയാളങ്ങൾ, വഴിയടയാളങ്ങൾ, അതുപോലെ തന്നെ അതിരുകൾ ആരാണോ മാറ്റിയത് അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. 4 വൻ പാപങ്ങളാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ് ആ പ്രവൃത്തി ചെയ്തവനെ ശപിച്ചിരിക്കുന്നത്. അല്ലാഹു അവനെ ശപിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന 4 വൻപാപങ്ങളെ കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത്. ഈ 4ഉം കബീറത്താണ്, വൻപാപമാണ്. കാരണം എന്താ? ഒരാൾക്ക്
ഇന്ന പ്രവൃത്തി ചെയ്താൽ ഇന്ന പ്രവൃത്തി ചെയ്യുന്നവന് അള്ളാഹുവിന്റെ ശാപമുണ്ടാകും, അല്ലെങ്കിൽ അവന് പരലോകത്ത് ഇന്ന ഇന്ന ശിക്ഷയുണ്ടാകും, അല്ലെങ്കിൽ ദുനിയാവിൽ അവന് ഇങ്ങനെ ശിക്ഷിക്കണം, കൈവെട്ടണം, എറിഞ്ഞുകൊല്ലണം, അടിക്കണം, ഇങ്ങനെയൊക്കെ പ്രമാണങ്ങളിൽ വന്നാൽ അതാണ് കബീറത്ത് വൻപാപം എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 വൻപാപമാണ്. ഇനി ഇതിൽ ഒന്നാമത് പറഞ്ഞത് എന്താണ്? അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും വേണ്ടി അറുത്തവൻ എന്നാണ്. അപ്പൊ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുക, ശിർക്ക് എന്നുള്ളത് അത് വൻപാപങ്ങളെക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കാം. കാരണം ബാക്കിയുള്ള 3 വൻപാപവും അതിനുശേഷമാണ് പറഞ്ഞത്. അപ്പൊ ശിർക്കാണ് ഏറ്റവും വലിയ പാപം എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, രണ്ടാമത്തെ വിഷയം എന്താണ്? ലഅന അല്ലാഹു മൻ ലഅന വാലിദൈഹി, സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് മുമ്പായി ഈ ശിർക്കിന്റെ ഗൗരവം അത് നമ്മളൊന്ന് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. മറ്റേത് വൻപാപത്തെക്കാളും വലുതാണ്. സ്വന്തം മാതാപിതാക്കൾ ഒരാളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ, ശാപം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വലിയ ഗൗരവമുള്ള കാര്യമാണ് ഒരാളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ട്. ഒരു കാഫിറിനെ പേരെടുത്ത് പറഞ്ഞ് ശപിക്കാൻ പറ്റുമോ? ഒരു കാഫിറിനെ, ഇപ്പൊ ഫിർഔൻ എന്ന് പറയുന്ന കാഫിർ, യാതൊരു സംശയമില്ല നരകത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള ഫിർഔനെ പറ്റി ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയാൻ പറ്റുമോ? അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് അക്കാര്യത്തിൽ. പല ഉലമാക്കളും പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അത്രയും ഗൗരവമുണ്ട് ശപിക്കുക എന്നുള്ള വിഷയത്തിൽ. അതിൽ കൂടുതൽ ശരിയായി തോന്നുന്നത് കാഫിറിനെ പേരെടുത്ത് ശപിക്കാം എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഉലമാക്കൾക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഒരു സഹാബി മറ്റൊരു സഹാബിയെ ശപിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തൽഅനുഹു, അവനെ നിങ്ങൾ ശപിക്കരുത്. എന്നൊരു കാരണം പറഞ്ഞത് ഇന്നഹു യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അവൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ഏതൊരാളും അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നവരാണ്, കുറഞ്ഞ അളവിലെങ്കിലും. അത് സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ മുസ്ലിം അല്ല. അപ്പൊ മുസ്ലിമായ ആയതുകൊണ്ടാണ് ഈ വ്യക്തി അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നവനായതുകൊണ്ടാണ് ശപിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പൊ അല്ലെങ്കിലോ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കാത്ത ആളാണെങ്കിലോ ശപിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഈ ഹദീസിൽ മനസ്സിലാകുന്നത്. ഒരുപാട് ഉലമാക്കൾ ഈ ഹദീസാണ് തെളിവാക്കിയത്. ഏതായിരുന്നാലും അത് ഇഖ്തിലാഫുള്ളൊരു മസലയാണ്. അതിന്റെ കാരണം എന്താണ്? ശാപം അത്രയും വലുതാണ്. അപ്പൊ സ്വന്തം മാതാപിതാക്കളെ ശപിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഅനുൽ മുഅ്മിനി കഖത്ലിഹി, ഒരു മുഅ്മിനെ ശപിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞത്. ലഅനത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? അത്തൊർദു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ അകന്നു പോകട്ടെ, അള്ളാഹു അവന് റഹ്മത്ത് ചെയ്യാതിരിക്കട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോട്ടെ എന്നല്ല, അതിന്റെ അപ്പുറമാണ്. കാരണം നരകത്തിൽ പോയിട്ടും പിന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് മുസ്ലിങ്ങളാണെങ്കിൽ. അപ്പോൾ ഒരു കാഫിറിനെ പോലെ ഒരിക്കലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാതെ അവിടെ കിടക്കട്ടെ, അള്ളാഹിന്റെ റഹ്മത്ത് ഒരു കാലത്തും കിട്ടാതിരിക്കട്ടെ എന്നാണ് ശാപം, ലഅനത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. മുസ്ലിമിനെതിരായി ഏത് വലിയ പാപിയാണെങ്കിലും ഫാസിഖാണെങ്കിലും നമ്മോട് എത്ര വലിയ ദുൽമ ചെയ്ത ആളാണെങ്കിലും ആ വാക്ക് പറയാൻ പാടില്ല. അപ്പൊ സ്വന്തം മാതാപിതാക്കൾക്കെതിരെ ഒരാൾ ഈ വാക്ക് പറഞ്ഞാലോ അതിലും വലിയ തെറ്റാണ് എന്ത്? ശിർക്ക് എന്ന് പറയുന്നത്. ഇപ്പോ ഒരാള് ഈ ഒരു കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ട് എന്തൊക്കെ ജഹാലത്തുകളാണ് ആൾക്കാർ വിളിച്ചു പറയുന്നത്. ഒരു വ്യക്തി നമ്മുടെ നാട്ടിലുള്ള ഒരാള് പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു അമ്പലത്തിൽ പോയിട്ട് ഈ അമ്പലം ഇവിടെ ഇങ്ങനെ ഉത്സവം നടന്ന് ഇവിടെ പ്രഭാഷണങ്ങളൊക്കെ നടന്ന് ആ പ്രഭാഷണം കേട്ട് ആരെങ്കിലും നന്നായാൽ, അഥവാ ഒരു വ്യക്തി ഈ അമ്പലത്തിൽ വന്നിട്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ ഉത്ബോധനങ്ങളൊക്കെ കേട്ട് സ്വന്തം അമ്മയോട് മാന്യമായി പെരുമാറാൻ തുടങ്ങിയാൽ ഈ പൂരം ഒരു വിജയമാണ് നമുക്ക് പറയാം. ഇപ്പോഴേ വിജയമാവുള്ളൂ. അതുകൊണ്ട് ഇവിടെ പാട്ടും കൂത്തും ഒന്നും അല്ല വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ പ്രഭാഷണങ്ങൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ അത് കേട്ടിട്ട് ആൾക്കാർ നന്നാവട്ടെ. യഥാർത്ഥത്തിൽ ശിർക്ക് ചെയ്യാൻ വേണ്ടി കൂടി നിൽക്കുന്ന ആൾക്കാരോടാണ് ഇത് പറയുന്നത്. ഇപ്പൊ ശിർക്ക് എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളോട് ഒക്കൂക്ക്, അവരോട് നന്ദികേട് കാണിക്കുന്നതിനേക്കാളും എത്രയോ വലുതാണ് ശിർക്കിന്റെ സ്ഥാനം. ഈ വിവരം അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ജഹല് ദലാലത്ത് വിളിച്ചു പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മറ്റൊരാൾക്ക് വേണ്ടി അറുക്കുക എന്നുള്ള ശിർക്ക് അത് സ്വന്തം മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുകയും അവരെ ശപിക്കുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ വലുതാണ്. ഇനി സ്വന്തം മാതാപിതാക്കളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സഹാബി ചോദിച്ചു ആരെങ്കിലും സ്വന്തം മാതാപിതാക്കളെ ശപിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ എന്ത് ചെയ്യും? മറ്റൊരുത്തന്റെ മാതാപിതാക്കളെ ശപിക്കും, അവർ തിരിച്ചിങ്ങോട്ട് എന്റെ വാപ്പാന്ന് ഇങ്ങോട്ട് തിരിച്ചു പറയും. അപ്പൊ അതാണ് സ്വന്തം മാതാപിതാക്കളെ ശപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. ലഅനല്ലാഹു മൻ ആവ മുഹ്ദിസൻ, ഒരു തെമ്മാടിക്ക് അഭയം കൊടുക്കുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, ശപിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മുഹ്ദിസ്, ഒരു വൻപാപം ചെയ്ത് നടക്കുന്ന വ്യക്തി, ഫാസിഖ് അല്ലെങ്കിൽ ഒരു മുബ്തദി, അവൻ അഭയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പല രൂപങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ്
ഷഫാഅത്ത് കൊണ്ട് ശർഈയായ ഹദ്ദുകളിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. ഒരാൾ കട്ടു, അവന്റെ വിവരം മുസ്ലിമായ ഭരണാധികാരി അറിഞ്ഞു, അങ്ങനെ അവന്റെ കൈവെട്ടാൻ തീരുമാനമായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്ഥാനം ഉപയോഗിച്ച് റെക്കമെൻഡ് ചെയ്ത് അവനതിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ഇത് ശർഈയായ ശിക്ഷയിൽ നിന്നാണ്. ശർഈ അല്ലാത്ത ശിക്ഷ, മനുഷ്യന്മാരുണ്ടാക്കിയ നിയമം, അത് പലപ്പോഴും ദുൽമായിരിക്കും, ചിലപ്പോൾ ചെറിയ തെറ്റിന് വലിയ ശിക്ഷയായിരിക്കും. അങ്ങനെയുള്ള ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇതിൽ പെടില്ല. നേരെ മറിച്ച് ശർഈയായ ഒരു കോടതി രാജ്യത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശുപാർശ പറയുക എന്നുള്ളത് അത് വൻ പാപമാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്, മൻ ഹാലത് ശഫാഅത്തുഹു ദൂന ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, ആരാണോ അള്ളാഹുവിന്റെ ഒരു ശിക്ഷ, ആ ശിക്ഷ നടപ്പിലാക്കുന്നതിൽ നിന്ന് തന്റെ റെക്കമെൻഡേഷൻ, തന്റെ ശഫാഅത്ത് വഴി ഒരു പ്രതിയെ രക്ഷപ്പെടുത്തുന്നത്, ഫഖദ് ളാദ്ദല്ലാഹ ഫി അംരിഹി, അവൻ അള്ളാഹുവിനോട് എതിരായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദാ ബലഗത്തിൽ ഹുദൂദു സുൽത്താൻ, ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് അത് പിടിക്കപ്പെട്ടു, ഭരണാധികാരി അറിഞ്ഞു, ശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ്, ഫലഅനല്ലാഹു ശാഫിഅ വൽ മുശഫഅ, എന്നിട്ട് ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നത് ആരാണോ അള്ളാഹു ആ ശുപാർശക്കാരനെയും ആ ശുപാർശ സ്വീകരിക്കുന്നവനെയും ശപിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാന്റെ ശാപം കിട്ടുന്ന വലിയൊരു വൻ പാപമാണ്. ഇവിടെ ഇൽമിന്റെ ഒരു പ്രാധാന്യം കൂടി മനസ്സിലാക്കുക. വിവരമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരാളെ സഹായിക്കാനെന്ന് വിചാരിച്ച് പോയി സഹായിച്ചിട്ട് ആ സഹായിക്കപ്പെടുന്നവനും ശാപം, സഹായിക്കുന്നവനും ശാപം. അതാണ് സംഭവിക്കുക. അടുത്തതായി നാലാമതായി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചത് ആരെയാണ്? ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർള്, ഭൂമിയിലെ വഴിയടയാളങ്ങൾ അതുപോലെ തന്നെ അതിരുകൾ മാറ്റിയവന്. മനാർ എന്ന് പറഞ്ഞ രണ്ടർത്ഥം ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആളുകള് സ്വത്തിന്റെ അതിരായിട്ട് വെച്ചിട്ടുള്ള വേലികളും മറ്റൊക്കെ മാറ്റി അങ്ങനെ മറ്റുള്ളവന്റെ ഭൂമി, സ്വത്ത് ഇങ്ങോട്ട് എടുക്കുക. രണ്ടാമത്തെ അഭിപ്രായം വഴിയടയാളങ്ങൾ, ഇന്ന നാട്ടിലേക്ക് ഇത്ര ദൂരം എന്നൊക്കെ പറഞ്ഞ് റോഡ് സൈഡിൽ അടയാളം വെച്ചിട്ടുണ്ടാവും, അതൊക്കെ എടുത്ത് മാറ്റി ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് വൻപാപമാണ്, വിശ്വാസം ശപിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ 4 വൻപാപങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഹദീസ് അൻ ത്വാരിഖ് ഇബ്നു ശിഹാബ്. ത്വാരിഖ് ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം സഹാബത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി ഹദീസ് കേട്ടിട്ടുണ്ടോ എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാ അത് അദ്ദേഹത്തിന്റെ സഹാബത്തിനെ കുറിച്ചുള്ള കിതാബിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും ഇദ്ദേഹം സഹാബിയാണെന്ന് തെളിഞ്ഞതോടുകൂടി ഇദ്ദേഹത്തിന്റെ ഹദീസ് നമുക്ക് സ്വീകരിക്കാം. കാരണം സഹാബിമാരെല്ലാവരും സിഖത്തുകളാണ്, വിശ്വസ്തരാണ്. ഇദ്ദേഹം നേരിട്ട് കേട്ടിട്ടില്ലായിരിക്കാം, പക്ഷെ മറ്റൊരു സഹാബിയിൽ നിന്ന് എടുത്തതായിരിക്കാം. എല്ലാ സഹാബിയും സിഖത്തായതുകൊണ്ട് ആരിൽ നിന്നാണ് സ്വീകരിച്ചതെന്ന് നോക്കേണ്ട ആവശ്യമില്ല. സഹാബത്ത് എല്ലാവരും വിശ്വസ്തരാണ്. ഇദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഖലൽ ജന്നത റജുലുൻ ഫീ ദുബാബ്, ഒരു ഈച്ചയുടെ പേരിൽ ഒരാൾ സ്വർഗത്തിൽ പോയി. അത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, ഖാലു വകൈഫ ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അതെങ്ങനെയാണ് ഈച്ചയുടെ പേരിൽ ഒരാൾ സ്വർഗത്തിൽ പോയത്? ഖാല, അവിടുന്ന് പറഞ്ഞു, മർറ റജുലാനി അലാ ഖൗമിൻ ലഹും സ്വനം, 2 ആളുകൾ ഒരു വഴിയിലൂടെ നടന്നുപോയി. അവിടെ ഒരു കൂട്ടം ആളുകൾ മുശ്രിക്കുകളുണ്ട്, അവർക്കൊരു ബിംബവുമുണ്ട്, ഒരു സ്വനമുണ്ട്. ലാ യജൂസുഹു അഹദുൻ ഹത്താ യുഖർരിബ ലഹു ഷൈഅൻ, ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇപ്പൊ നമ്മളൊക്കെ കാണാറുണ്ട്, ഭൂമിയിലുള്ള ഏറ്റവും വലിയ മാലിന്യങ്ങളാണ് വഴിയിലുള്ള ബിംബങ്ങളും വിഗ്രഹങ്ങളും. ഫഹ്ജുർ, ഈ ബിംബങ്ങളെയും അത് ആരാധിക്കുന്ന ആളുകളെയും ഒഴിവാക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളതാണ്. അവിടെ റുജിസ് എന്നുള്ള വാക്കാണ് ബിംബങ്ങൾക്ക് ഉപയോഗിച്ചത്, മാലിന്യം എന്നാണ് അതിന്റെ ഭാഷയിലർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള ബിംബമുള്ള ഒരു കുഫറിന്റെ നാട്ടിലൂടെ, ഒരു ഗ്രാമത്തിലൂടെ ഒരാൾക്ക് നടന്നു പോകേണ്ടി വന്നു. അവിടെ അവരുടെ ചര്യ അനുസരിച്ച് ആ ബിംബം കടന്നു പോകണമെങ്കിൽ അതിന്റെ മുമ്പിൽ എന്തെങ്കിലും ബലി കൊടുക്കണം, എന്തെങ്കിലും ഒരു ജീവിയെ അവിടെ അറുത്തിട്ട് വേണം കടന്നു പോകാൻ. ഫഖാലു ലി അഹദിഹിമ, അപ്പൊ 2 പേര് നടന്നു പോയപ്പോ ആ നാട്ടുകാര് ഇവരോട് പറഞ്ഞു, ഖർരിബ്, ഒന്നാമത്തെ ആളോട് പറഞ്ഞു, എന്തെങ്കിലും ഇവിടെ കൊടുക്ക്, ഈ ബിംബത്തിന് എന്തെങ്കിലും കാഴ്ച വെച്ചിട്ട് അതിനെന്തെങ്കിലും ഒരു ബലി കൊടുത്തിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞു. ഖാല, അവൻ പറഞ്ഞു, ലൈസ അൻദി ശൈഉൻ ഉഖർരിബ്, എന്റെ അടുത്ത് ഒന്നുമില്ല അറുക്കാൻ, ഒരു മൃഗമോ അല്ലെങ്കിൽ മൃഗം വാങ്ങാനുള്ള പണമോ ഒന്നും എന്റെ കയ്യിലില്ല. അപ്പൊ ഈ മുശ്രിക്കുകൾ എല്ലാ കാലത്തും പ്രശ്നക്കാരായിരിക്കും, അതിനുള്ളൊരു തെളിവാണിത്. അവരിൽ നിന്ന് ഖൈർ പ്രതീക്ഷിക്കുന്നത് വലിയ അബദ്ധമാണ്. വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദുകും അൻ ദീനികും ഇൻ ഇസ്തതാഉ, അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. വലതജിദന്ന അശദ്ദ الناس അദാവതൻ ലില്ലദീന ആമനു അൽ യഹൂദു വല്ലദീന അശ്റകു, മുശ്രിക്കുകളും യഹൂദികളും കടുത്ത ശത്രുതയായിരിക്കും ഇസ്ലാമിനോട് ഉണ്ടാവുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പൊ അതിൽ നിന്ന് മുക്തമായി ഒരു സമുദായം, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് മുതൽ ചരിത്രമുള്ള ഒരു സമുദായമാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ ഒരു കൗമ്, കോടാനുകോടി മനുഷ്യർ, മുശ്രിക്കുകൾ, ഇസ്ലാമിനോട് സ്നേഹമുള്ള ഒരു വിഭാഗം, അബൂ താലിബിനെ പോലെയുള്ള ഒരു വിഭാഗം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയില്ലേ? നസ്രാണികളെക്കാളും എണ്ണമുള്ള, ചരിത്രത്തിൽ മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എണ്ണം, യഹൂദികളെക്കാളും എന്തായാലും എണ്ണമുണ്ട്. ഇത്രയും വരുന്ന കോടാനുകോടി മുശ്രിക്കുകൾ നല്ലവരായിട്ട് ലോകത്തുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ പറയോ ഇസ്ലാമിനോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് മുശ്രിക്കുകൾക്കായിരിക്കും എന്നുള്ളത്? അതൊരു യാഥാർത്ഥ്യമാണ്, അതിനോട് കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഇതാ ചരിത്രത്തിൽ മുഴുവൻ മുശ്രിക്കുകൾ ഇങ്ങനെയാണ്. ഈ ബിംബത്തിന് മുമ്പ് എന്തെങ്കിലും അറുത്തിട്ട് അവർക്ക് അറുത്താ പോരെ, ബാക്കിയുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന എന്തിനാണ്? ഇസ്ലാമിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. ഒരു മുസ്ലിം രാജ്യത്ത് അഹദിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന, കരാറിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ദിമ്മികളായിട്ടുള്ള ഒരു മുശ്രിക്കിനെ കൊണ്ട് ഒരിക്കലും നിർബന്ധിച്ച് നിസ്കരിപ്പിക്കൂല. അത് ലോകത്ത് എവിടെ ഇന്നും നടക്കുന്നില്ല, ഒരിക്കലും നടന്നിട്ടില്ല. നേരെ മറിച്ച് മുശ്രിക്കുകൾ എല്ലാ കാലത്തും ചെയ്യുന്ന സംഗതിയാണ്, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ കാണുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഷെറിൽ നിന്ന് മുസ്ലിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇങ്ങനെ അറുക്കാൻ പറഞ്ഞു. ഇയാൾ പറഞ്ഞു എന്റെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഖാലു ഖർരിബ് വലു ദുബാബൻ, ഒരു ഈച്ചനെങ്കിലും അറുത്തിട്ട് പോ എന്ന് പറഞ്ഞു. ഫഖറബ ദുബാബൻ, അങ്ങനെ ഒരു ഈച്ചയെ അവിടെ അറുത്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയ ഫായിദ ഉലമാക്കൾ പറയുന്നത്, മനസ്സുകൊണ്ട് ചെയ്യുന്ന അമലുകൾക്കാണ്, അമാലുൽ ഖുലൂബിനാണ് സ്ഥാനം. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെൽക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സില്ല നിസ്കാരത്തിന്റെ സമയത്ത്, പള്ളിയിലല്ല, അല്ലെങ്കിൽ അള്ളാന്റെ സിഫാത്തുകളെ കുറിച്ച്, അള്ളാഹിനെ കുറിച്ചല്ല ചിന്ത. അങ്ങനെയുള്ള നമസ്കാരത്തിൽ കാര്യമില്ല. അതുപോലെ അങ്ങനെയുള്ള നോമ്പിൽ കാര്യമില്ല, അങ്ങനെയുള്ള ഖുർആൻ ഓത്തിലൊന്നും കാര്യമില്ല. അത് മുശ്രിക്കുകൾക്ക് വരെ അറിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ മുശ്രിക്ക് ഒരു ഈച്ചനെങ്കിലും അറുക്ക് എന്ന് പറഞ്ഞത്. കാരണം ഈച്ച കൊണ്ട് ഈ ബിംബത്തിന് ഒരു ഉപകാരമില്ല, ആർക്കും ഒരു ഉപകാരമില്ല എന്ന് അവർക്കറിയാം. പക്ഷെ ഈച്ചനെ അറുക്കുമ്പോൾ എന്തുണ്ട്, മനസ്സിലൊരു ബഹുമാനമുണ്ട്. അപ്പൊ പുറമേക്ക് കാണിക്കുന്ന പ്രവൃത്തിയല്ല, മനസ്സിലുള്ള ആ ഖുശൂഉം ഭക്തിയും അതിലാണ് കാര്യം എന്നുള്ളത് മുശ്രിക്കുകൾക്ക് പോലും അറിയാമായിരുന്നു. അത് നമ്മൾ അറിയാത്ത അവസ്ഥയുണ്ടാകരുത്. അങ്ങനെ ഈ ഈച്ചയെ അറുത്ത് ഫഹല്ലു സബീലഹു, ആ വഴി അവൻ കടന്നുപോയി. ഫദഖലന്നാർ, അവൻ നരകത്തിൽ പോയി. അതിന്റെ പേരിൽ, ഈച്ചയുടെ പേരിൽ അവൻ നരകത്തിലെത്തി എന്ന് മാത്രമല്ല, നരകത്തിൽ ശാശ്വതനായി. കാരണം ശിർക്കാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു ഇഷ്കാല് ചില ആളുകൾക്ക് ഉണ്ടാകും, ചിലപ്പോൾ തോന്നും. കാരണം എന്താണ്, നിർബന്ധിത സാഹചര്യത്തിൽ ശിർക്ക് ചെയ്താൽ മനസ്സിൽ ഈമാൻ വെച്ചിട്ട്, ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, നിർബന്ധിത സാഹചര്യത്തിൽ മനസ്സറിയാതെ ശിർക്ക് ചെയ്താൽ ഉദറുണ്ടല്ലോ. ഉലമാക്കൾ വിശദീകരിക്കുന്നത് രണ്ട് വിശദീകരണമാണ്. ഒന്ന്, മുൻഗാമികളുടെ ശരീഅത്തിൽ അങ്ങനെ ഉദറുണ്ടായിരിക്കില്ല. അത് ഖുർആനിലുള്ള ആയത്താണ്. തൗറാത്തിലും ഇൻജീലിലും നമുക്കറിയാം അവരുടെ ദീന് കൂടുതൽ കടുത്തതായിരുന്നു, ഇസ്ലാമിനേക്കാളും പ്രയാസകരമായി, നമ്മുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനേക്കാളും പ്രയാസമുള്ളതായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഈസാ അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്ത്. അപ്പൊ അന്ന് അവർക്ക് ഈ ആനുകൂല്യം ഇല്ലായിരിക്കാം. മറ്റൊരു അഭിപ്രായം, ഇവിടെ നിർബന്ധിച്ചു എന്ന് പറയുന്നില്ല, ഈച്ചനെ അറുത്തിട്ടില്ലെങ്കിൽ കൊല്ലുമെന്നൊന്നും പറയുന്നില്ല, ഒരു ഈച്ചയെ അറുക്കെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പത്തേക്ക് അവനെന്ത് ചെയ്തു, അറുത്തു. അപ്പൊ നിർബന്ധിത സാഹചര്യത്തിലാണ്, ഇക്റാഹ് ഉണ്ടാകുമ്പോഴാണ്, അടി കിട്ടുമെന്ന് ഉറപ്പാകുമ്പോഴാണ്, അല്ലെങ്കിൽ കൊല്ലും എന്ന് ഉറപ്പാകുമ്പോഴാണ് അറുക്കാനുള്ള അനുവാദം. അത് തന്നെ അനുവാദമാണുള്ളത്, നിർബന്ധമൊന്നുമില്ല. ഉലമാക്കൾ പറയുന്നത്, ഒരാൾ ശിർക്ക് ചെയ്യാൻ, കുഫറിന്റെ വാക്ക് വിളിക്കാൻ, ഏതെങ്കിലും ഒരു ശൈത്താന്റെ പേര് വിളിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിച്ചു, അവരാരാധിക്കുന്ന ഏതെങ്കിലും ഒരു താകൂത്തിന്റെ പേര്, അങ്ങനെ പറഞ്ഞാൽ അവിടെ ആ ശൈത്താന്റെ പേര് പറയാതെ മരിച്ചു പോകലാണ് അഫ്ദൽ എന്നാണ് ഇമാം ഇബ്നു തൈമിയ്യ, ഇബ്നു കസീർ ഇവരൊക്കെ തഫ്സീറിലും അതുപോലെ ഫത്താവയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾ. അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അവർക്ക് ശുഹദാക്കളുടെ സ്ഥാനം കൊടുക്കട്ടെ. അതിന്നും നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഏതായിരുന്നാലും ഇയാൾ ഈ ഈച്ചയുടെ പേര് നരകത്ത് പോയി. വഖാലു ലിൽ ആഖർ, അടുത്ത ആളോട് പറഞ്ഞു ഇതേപോലെ അർക്ക് എന്ന് പറഞ്ഞു. ഫഖാല മാ കുൻതു ലിഉഖർരിബ ലി അഹദിൻ ഷൈഅൻ ദൂനല്ലാഹി അസ്സ വജൽ, അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്കും ഒരു ബലിയും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അവൻ പറഞ്ഞു. ഫദറബു ഉനുഖഹു ഫദഖല ജന്ന, അവന്റെ തല വെട്ടി അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ ഇതാണ് ഈ ഹദീസിന്റെ ആശയം. അഥവാ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയർക്കുക, ദബഹ എന്നുള്ളത് ഷിർക്കുൻ അക്ബറാണ്. അത് ഷിർക്കുൻ അക്ബറാണ് എല്ലാ നിലക്കും. നേരത്തെ നമ്മൾ തബറുക്കിന്റെ കാര്യം പറഞ്ഞതുപോലെ അക്ബറും അസ്ഗറും ഇല്ല. ഒരാളുടെ അടുപ്പം, ഖുർബത്ത്, അവനിലേക്ക് അടുക്കുക എന്നുള്ള ആഗ്രഹത്തോടെ അറുത്താൽ അത് ഷിർക്കുൻ അക്ബറാണ്. അപ്പൊ ഇതാണ് ഈ ബാബിൽ ഉൾക്കൊള്ളുന്ന ആശയം. അല്ലാഹു തആല ആലം. അടുത്ത അധ്യായം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.